നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ആംഗേൽ ഡി മരിയ അർജന്റീനയ്ക്കായിട്ടുള്ള കളി അവസാനിപ്പിച്ചു. 36-ാമത്തെ വയസ്സിൽ അവസാന മത്സരത്തിൽ കിരീടം ചൂടിക്കൊണ്ട് അദ്ദേഹം വിടവാങ്ങുകയാണ്. കോപ്പ അമേരിക്ക 2 തവണ ഇപ്പോൾ അർജന്റീനക്കൊപ്പം അദ്ദേഹം മുത്തമിട്ടു. അതുപോലെ വേൾഡ് കപ്പിൽ 2022 അദ്ദേഹം മുത്തമിട്ടു. ആ വേൾഡ് കപ്പോടുകൂടി കളി നിർത്തുകയാണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നെ വേൾഡ് കപ്പ് അർജന്റീന നേടിയപ്പോൾ അദ്ദേഹം തീരുമാനം മാറ്റി, അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. വേൾഡ് കപ്പ് ചാമ്പ്യനായിക്കൊണ്ട്, ലോക ചാമ്പ്യനായിക്കൊണ്ട് അർജന്റീൻ ജേഴ്സിയാണ് എന്നതിൻ്റെ ഫീലിംഗ് തനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കളി തുടർന്നത്. ആ ഫീലിംഗ് അദ്ദേഹത്തിന് വേണ്ടുവോളം ആസ്വദിക്കാൻ പറ്റി. വീണ്ടും ഒരു കിരീടം കൂടി ചൂടിയിട്ടാണ് അർജന്റീനയുടെ സ്വന്തം മാലാഖ ഇപ്പോൾ പടിയിറങ്ങുന്നത്. 36 വയസ്സിൽ അദ്ദേഹം 145 മത്സരങ്ങൾ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ച് സുപ്രധാനമായ 31 ഗോളുകളും നേടിയിട്ടാണ് ഇപ്പം ബൂട്ടഴിക്കുക എന്ന് പറയാൻ പറ്റില്ല, അർജന്റീൻ ടീമിൽ നിന്ന് ബൂട്ടഴിക്കുന്നത്. അദ്ദേഹം ക്ലബ് ഫുട്ബോളിൽ കളി തുടരും. എന്തായാലും വലിയ നേട്ടങ്ങൾ. പക്ഷേ അദ്ദേഹം കളി കഴിഞ്ഞിട്ട് പറയുന്നതിൽ ഈ ജനറേഷനോട് നന്ദി പറയുന്നുണ്ട്, അർജന്റീനയുടെ ഈ ജനറേഷനോട്, ഇപ്പോഴത്തെ ടീമിനോട്. എന്നാൽ മുമ്പത്തെ ടീമും ഡിസേർവ് ചെയ്തിരുന്നു, അവർക്കൊപ്പവും കിരീടം നേടാൻ പറ്റണമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ അർജന്റീനക്കൊപ്പം ഇപ്പോൾ 2014 വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ടീം പോയ ആ സ്ക്വാഡിലൊക്കെ ഉണ്ടായിരുന്നതാണ് ആംഗേൽ ഡി മരിയ. പക്ഷേ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ ദേശീയ ടീമിനോടൊപ്പം എല്ലാം നേടിക്കഴിഞ്ഞു. അതിൽ മനസ്സ് നിറഞ്ഞിട്ടാണ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ്. വിടവാങ്ങിയ ശേഷം, ഇന്നത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറയുന്ന വാക്കുകൾ. ഡി മരിയ പറയുന്നു, തീർച്ചയായിട്ടും മനോഹരമായൊരു സ്റ്റോറിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് നേരത്തെ തന്നെ കുറിക്കപ്പെട്ടതാണ്. ഇത് ഞാൻ സ്വപ്നം കണ്ടിരുന്നതാണ്. ബോയ്സിനോട് ഞാനത് പറഞ്ഞിരുന്നു. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിങ്സ് എനിക്ക് ഈ ടീമിനോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പം വളരെ ഈസി ആയിട്ട് ഇതെല്ലാം തോന്നാം, കിരീടങ്ങൾ ഇങ്ങനെ തുടരെ നേടുമ്പോൾ. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ, വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു പക്ഷേ ഇതിൻ്റെ മറുഭാഗത്തും ഞാൻ ആകാമായിരുന്നു, കിരീടങ്ങളില്ലാതെ പോകാമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ജനറേഷനോട് ഈ നേട്ടത്തിനൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. അവരോടൊപ്പം ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷവുമുണ്ട്. ഇതിനു മുമ്പുള്ള ടീമിനോടൊപ്പവും കിരീടം നേടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒന്ന് ഇപ്പോൾ ചിന്തിക്കുകയാണ്. കാരണം ആ ടീമും, ഞാൻ ആശിച്ചു പോവുകയാണ്, ആ ടീമും ഇതുപോലെ അർഹത ഉള്ളവർ തന്നെയായിരുന്നു എന്നുകൂടി ഇപ്പോൾ ആംഗേൽ ഡി മരിയ പറയുന്നു. നേരത്തെ ലിയോ മെസ്സിയും ഇത്തരത്തിൽ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ജനറേഷൻ 2014 വേൾഡ് കപ്പ് കളിച്ച ടീമൊക്കെ കിരീടം അർഹിച്ചിരുന്നു എന്ന്. പക്ഷെ ജീവിതം അങ്ങനെയാണ്, ചിലപ്പോൾ നമ്മൾ അർഹിച്ചത് ലഭിക്കില്ല. എന്നാൽ കാത്തിരുന്നാലേ അർഹിച്ചതും അതിനപ്പുറവും ഒക്കെ നമ്മുടെ കൈകളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.